ചെമ്പനീർ പൂവിന്റെ ഒരു വരാനുള്ള ഒരു ഭാഗമാണ് പറയുന്നത്. നമ്മുടെ സച്ചിക്കും രേവതിക്കും ഇടയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും ആദ്യ രാത്രി പ്രതീക്ഷിച്ച് മുത്തശ്ശിയും അതുപോലെ തന്നെ പാറുമ്മയും മറ്റുള്ള എല്ലാവരും കൂടി കഴിഞ്ഞിട്ട് രേവതിനെ കളിയാക്കുകയും ചിരിക്കുകയും അവരോടൊപ്പം പാട്ടുപാടുകയും രേവതിയും അത് നന്നായി ആസ്വദിച്ച് സച്ചിനെയും കാത്ത് മണിയറയിൽ കാത്തിരിക്കുന്ന സമയത്ത് സച്ചിയുടെ കൂട്ടുകാരൻ വന്ന് സച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. അതെന്തായാലും കാറിൽ മദ്യമൊക്കെ വെച്ചിട്ടായിരുന്നു. എന്തായാലും സച്ചിനെ കൊടുക്കാൻ വേണ്ടി മറ്റാള് സച്ചിയുടെ കൂട്ടുകാരനല്ല, ശത്രു ഗജാനന്ദൻ ചെയ്തതാണ്. വണ്ടിയിൽ മദ്യക്കുപ്പിയൊക്കെ വെച്ചിട്ട് വാടക പോയി സച്ചിയുടെ കൂട്ടുകാരൻ ഇതൊന്നും അറിയാണ്ട് പോവുകയും അയാളെ പോലീസ് പിടിച്ചു. സച്ചിന്റെ പേരിൽ വണ്ടി ആയതുകൊണ്ട് സച്ചിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സച്ചിനെ ഒരുപാട് ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ രേവതി നാട്ടിലേക്ക് തനിച്ചാണ് പോകുന്നത്. സച്ചിനെ ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും രേവതി തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സച്ചിക്ക് രേവതിയോട് ആത്മാർത്ഥമായി സ്നേഹവും പ്രണയമൊക്കെ തോന്നുന്ന ഒരു ഭാഗം തന്നെയാണ് അടുത്ത ആഴ്ച. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ ശ്രീയും വർഷയും തമ്മിൽ പ്രണയത്തിലാവുന്നുണ്ട്. വർഷയ്ക്ക് ശ്രീയോടുണ്ടായിരുന്ന ദേഷ്യമൊക്കെ പോകുന്നുണ്ട്. ആ മാല പൊട്ടിച്ച് അത് കയ്യിൽ കൊടുത്തതിന് ശേഷം രണ്ടുപേരും കൂടെ കുറെ നേരം ഇരിക്കുന്നൊക്കെയുണ്ട്. ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും സംസാരിച്ച് പരസ്പരം കൈ കൊടുത്താണ് പോകുന്നത്. വീണ്ടും കാണാന്നൊക്കെ പറയുന്നുണ്ട്. കാണണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും സച്ചിന്റെയും രേവതിയുടെയും നല്ല ഭാഗങ്ങളൊക്കെ നല്ല ഭാഗങ്ങൾ തന്നെയാണ് അടുത്ത ആഴ്ച ഫുള്ളും എന്ന് പറഞ്ഞ പോലെ സച്ചി സ്റ്റേഷനിലും ജയിലിലൊക്കെ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. മദ്യക്കുപ്പി പിടിച്ചത് കൊണ്ട് തന്നെ അത് തെളിയിക്കാനൊന്നും ഒരു മാർഗ്ഗമില്ലാണ്ട് രേവതി ഓടി നടക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഇനി ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.